തളിപ്പറമ്പിലുമാണ് അവിടെ മാധ്യമങ്ങളെ കണ്ടത്. നിലമ്പൂരിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ലീഗ് കോൺഗ്രസ് ഭിന്നത, അസ്വാരസ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് കൂട്ടിച്ചേർത്ത് വായിച്ചത് നമ്മൾ. UDF കൺവെൻഷനിൽ ഇന്നലെ പാണക്കാട് കുടുംബാംഗങ്ങൾ ആരും പങ്കെടുത്തില്ല എന്നുള്ള വിഷയം. ആ വിഷയത്തിൽ വിവാദങ്ങളിലൊക്കെ പ്രതികരിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർ. മാധ്യമങ്ങൾക്കാണ് വിമർശനമുള്ളത്. പ്രത്യേക അജണ്ട സെറ്റ് ചെയ്തതുമല്ല, അവിടെ നടന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്ക്, വാർത്തയാക്കിയ മാധ്യമങ്ങൾക്കാണ് വിമർശനങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വച്ചു നൽകുന്നത്. എന്തായാലും നിലമ്പൂരിലെ മറ്റു വാർത്തകൾ കൂടി നമുക്ക് നോക്കാം. നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പര്യടനം തുടരുകയാണ്. പോത്തുകല്ല് പഞ്ചായത്തിലാണ് സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ പര്യടനം ആരംഭിച്ചത്. UDF കൺവെൻഷനിൽ ലീഗ് നേതാക്കൾ പങ്കെടുക്കാത്ത വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നും M സ്വരാജ് ന്യൂസ് 18നോട് പറഞ്ഞു. LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ ഇന്നത്തെ പര്യടനം സ്വന്തം നാട്ടിലൂടെയാണ്, പോത്തുകൽ പഞ്ചായത്തിലൂടെയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. സഖാവേ, സ്വന്തം നാട്ടിലുള്ള പ്രചരണം എങ്ങനെയാണ്? ഇവിടെ നിന്ന് ഇന്നത്തെ പര്യടനം ആരംഭിക്കുകയാണ്. ഇത് വെള്ളിമുറ്റത്തിന്റെ അങ്ങേപ്പൊളി കുറച്ച് മുകളിലേക്ക് കയറിയ മുരുകാഞ്ഞിരം എന്നൊരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ടായ മുട്ടിപ്പാലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ മുട്ടിപ്പാലത്തിന്റെ മുകളിലാണ് മലയാങ്കുണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലം. അത് ശരിക്കും ഒരു മലയുടെ താഴ്വാരമാണ്. കിഴക്കൻ കർണാട്ടിലെ ശരിയായ ഒരു താഴ്വാരമാണ്, ഒരു കൊച്ചു ഗ്രാമം. അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പം നമ്മുടെ നാട്ടുകാരനാണ് നയിക്കുന്നത്. ഈ അബ്ദുപ്പാക്കൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ. അപ്പോൾ പഴയ ചുങ്കത്തറ പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളായിരുന്നു ഇതെല്ലാം. അവിടെ ഇന്ന് സ്വീകരണം ആരംഭിക്കുന്ന ഈ വെള്ളിമുറ്റമൊക്കെ അന്നത്തെ കാലത്ത് തന്നെ, അന്ന് ഇവിടെ നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ യുവരശ്മി എന്ന് പറഞ്ഞൊരു വായനശാല കാണാൻ പറ്റും. യുവരശ്മി വായനശാലയുടെ കെട്ടിടം പുതിയതായിരിക്കും, പക്ഷെ അന്ന് മുതലേ ആ വായനശാലയും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ ഉള്ള ആളുകളെല്ലാം ഇതിൻ്റെ തൊട്ട് അയൽപ്രദേശത്തുള്ള ഒരാളെന്ന നിലയ്ക്ക് മിക്കവാറും ഇപ്പോൾ ഏറ്റവും പുതിയ തലമുറയിലെ ആളുകളെ ഒരുപക്ഷെ അത്രയ്ക്ക് പരിചയം ഉണ്ടാവില്ല. ബാക്കിയുള്ള ആളുകളുമെല്ലാം പരിചയവും ഹൃദയബന്ധമുള്ളൊരു നാടാണ്. ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് പര്യടനം. കുറച്ചുകൂടി കഴിഞ്ഞാൽ അടുത്ത ഇവിടെ പൂളപ്പാടത്താണോ? ഇവിടെ മുരുകാഞ്ചരമാണ്. മുരുകാഞ്ചരം കഴിഞ്ഞാൽ പാതാറ് കഴിഞ്ഞാൽ പൂളപ്പാടം സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ സ്വന്തം വീട്ടിലേക്ക് വരുന്ന ഒരു പ്രതീതിയാണ് ഈ നാട്ടിലേക്ക് വീണ്ടും വരുന്നൊരു സമയത്ത്. ആ ഒരു സന്തോഷവും ആഹ്ലാദവും എല്ലാം തീർച്ചയായും ഉണ്ട്. മുമ്പ് നമ്മൾ പാതാറിൽ ഉരുൾപൊട്ടിയ സമയത്താണ് നമ്മൾ അന്ന് കണ്ടിരുന്നത്. അന്ന് അവിടെ സജീവമായിട്ട് പല മേഖലകളും നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കവളപ്പാറയിലെ ദുരിത മേഖലകളെ പുനരുജ്ജീവിപ്പിക്കാൻ സർക്കാർ വലിയ തോതിൽ പ്രവർത്തനം നടത്തിയെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. അൻവറും അത് അവകാശപ്പെടുന്നുണ്ട്. ഇത് രണ്ടും എങ്ങനെ കാണും? അല്ല, അത് സത്യമാണ്. ഇപ്പം സത്യം ഒരാൾ പറഞ്ഞാൽ അത് പറയുന്ന ആളോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുകൊണ്ട് സത്യമല്ലാതാവില്ല. ഇപ്പോൾ കവളപ്പാറയിലെ ദുരന്ത പ്രദേശത്ത് വലിയ മഹാദുരന്തമായിരുന്നല്ലോ. ഒരുപാട് പേരുടെ മൃതശരീരം പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. അവിടെ ആ മരണപ്പെട്ടവരിൽ, അന്ന് ദുരന്തത്തിൽ മരണപ്പെട്ടവരിൽ പലരും വളരെ അടുത്ത ഹൃദയബന്ധമുള്ളവരാണ്. ഞാൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത്, അവിടെ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ആ ലോക്കൽ കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നവർ, പ്രത്യേകിച്ച് ശ്രീധരൻ, അതുപോലെ തന്നെ സുകുമാരൻ, ഇവരൊക്കെ അന്ന് ആ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യരാണ്. മറ്റു വാർത്തകൾ കൂടി നമുക്ക് പരിശോധിക്കാം. CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് നടക്കുകയാണ്. ഡൽഹിയിലാണ് യോഗം. പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്ത കേന്ദ്ര കമ്മിറ്റിയുടെ ആദ്യ യോഗമാണ് ഇന്ന് നടക്കുന്നത്. PBCC അംഗങ്ങളുടെ ചുമതല നിശ്ചയിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുകയും ചെയ്യും. കേരളത്തിലും ബംഗാളിലും നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ യോഗം ചർച്ച ചെയ്യും. വേഗം എത്താം, ഒരിടവേളയ്ക്ക് ശേഷം.